അയാള്. അപ്പം നമുക്കിന്ന് പൈത്തണിൻ്റെ അകത്തിരിക്കുന്ന ടൂപ്പിൾ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഡാറ്റ ടൈപ്പിനെ പറ്റിയിട്ട് പഠിക്കാം. ടൂപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയുള്ള ലിസ്റ്റൊക്കെ പോലെയുള്ള ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പാണ്. സീക്വൻസ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു കളക്ഷൻ ഓഫ് ഐറ്റംസിനെ നമുക്ക് ഒരൊറ്റൊരു സിംഗിൾ വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഡാറ്റ ടൈപ്പുകളെയാണ് നമ്മൾ സീക്വൻസ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമുക്കിപ്പോൾ ഒരു കൂട്ടൻ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് കഴിഞ്ഞതിൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എടുത്തു വെച്ചിരുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് ട്യൂപ്പിളിൻ്റെ അകത്തും ഒരു കളക്ഷൻ ഓഫ് ഐറ്റംസിനെയാണ് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നത്. അപ്പം നോർമലി നമുക്കിപ്പം ട്യൂപ്പിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വേസ് ഉണ്ട് നമുക്ക് ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു വേ ആണ് ഇത്. നമ്മൾ കഴിഞ്ഞ വട്ടം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള പാരാന്തസിസ് പോലെയുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ ലിസ്റ്റ് പറഞ്ഞ ഐറ്റംസ് പറഞ്ഞെടുത്തതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ട്യൂപ്പിളിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് എന്താണോ അതൊക്കെയാണ് സേവ് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പം സ്റ്റുഡൻസ് മാർക്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ഒരു ട്യൂപ്പിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ട്യൂപ്പിളിൻ്റെ അകത്ത് 1, 2, 3, 4 ഐറ്റംസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ട്യൂപ്പിൾ ആയിട്ട് വരും. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ട്യൂപ്പിൾ അല്ലേ, ക്ലാസ് ട്യൂപ്പിൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു ട്യൂപ്പിൾ പൈത്തണിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മൾ മറ്റേ ലിസ്റ്റിൽ ഉള്ളത് പോലെ തന്നെ നമുക്ക് ട്യൂപ്പിളിൻ്റെ അകത്തും മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്പുകളെ നമുക്ക് എടുത്തു വെക്കാം. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ട്യൂപ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ അകത്തിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്, രണ്ടാമത്തത് ഒരു STR ആണ്, അവസാനം ഇരിക്കുന്നത് ഒരു ബൂളിയമാണ്. അതായത് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പും ട്യൂപ്പിളിൽ സമ്മതിക്കും. വേറെ ഇഷ്യൂസ് ഒന്നും ട്യൂപ്പിളിൻ്റെ അകത്തില്ല. നമ്മൾ ഇനിയിപ്പം ഓരോരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിനെ നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഈ പറഞ്ഞ പോലെ ഇൻഡെക്സ് യൂസ് ചെയ്യാം. ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്നത് പോലെ തന്നെ സെയിം ആണ്, ഇൻഡെക്സ് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് 0th ഇൻഡെക്സ് ആയിരിക്കും ഫസ്റ്റത്തെ ഐറ്റം. ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പം നമ്മളിപ്പം ഇവിടെ സ്റ്റുഡൻറ്റ് ഇൻഫോ എന്ന് പറയുന്ന ട്യൂപ്പിൾ, ഈ ട്യൂപ്പിളിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സിൻ്റെ അകത്തിരിക്കുന്ന കാര്യം തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കും തരുന്നത്? ഇത് 0th ഇൻഡെക്സിൻ്റെ അകത്തിരിക്കുന്ന സാധനം, ഇത് ഫസ്റ്റ് ഇൻഡെക്സിൻ്റെ അകത്തിരിക്കുന്ന സാധനം. അപ്പോൾ രാഹുൽ എന്ന് പറയുന്ന സാധനമായിരിക്കും ഇങ്ങനെയൊരു കോഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ആയി കിട്ടുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? വേറൊരു വേരിയബിളിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന ഈ വേരിയബിൾ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാഹുൽ എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന സാധനം. അതേപോലെ തന്നെ ഈ ട്യൂപ്പിളിൻ്റെ അകത്തിരിക്കുന്ന ഏത് ഇൻഡെക്സിനെയും നമുക്ക് എടുക്കാൻ പറ്റും. ഔട്ട് ഓഫ് ബൗണ്ട് ആയിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. ലിസ്റ്റിൻ്റെ അകത്തിരുന്ന പോലെ തന്നെ അതിൻ്റെ അകത്ത് യാതൊരുവിധ ചേഞ്ചസും അവിടെയില്ല. ഓക്കെ, അപ്പം ഇത്രയൊക്കെ പറഞ്ഞു. നമ്മൾ ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന പോലെയുള്ള ഓപ്പറേഷൻസ് വെച്ചിട്ടൊക്കെയാണ് നമുക്ക് ട്യൂപ്പിൾ ആക്കുന്നത്. ലിസ്റ്റിൽ എടുത്തു വെച്ചതുപോലെ തന്നെ നമുക്കൊരു കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ ട്യൂപ്പിളിലും എടുത്തു വെക്കുന്നതെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വരും, അല്ലേ? എന്തിനാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ട്യൂപ്പിൾ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പ് കൂടി നമ്മൾ പൈത്തൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ മെയിൻ ആയിട്ടിരിക്കുന്ന ആൻസർ, അല്ലെങ്കിൽ അതിൻ്റെ ഈ ലിസ്റ്റും ട്യൂപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ്. അതായത് ലിസ്റ്റിനകത്തിരിക്കുന്ന ഐറ്റംസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഐറ്റംസ് ആഡ് ചെയ്യാം. നമ്മൾ ലിസ്റ്റ് പഠിച്ച സമയത്ത് ഡോട്ട് അപ്പൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലിസ്റ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലേ? അതാണ് മ്യൂട്ടബിലിറ്റി, അല്ലെങ്കിൽ മ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്നത്. അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. ലിസ്റ്റിൻ്റെ കേസിൽ അത് പോസിബിൾ ആയിരുന്നു, പക്ഷേ ട്യൂപ്പിളിൻ്റെ കേസിൽ അത് പോസിബിൾ അല്ല, ഇമ്മ്യൂട്ടബിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ട്യൂപ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഇതിപ്പം ക്രിയേറ്റ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്, ഒരു ട്യൂപ്പിൾ ക്രിയേറ്റ് ആണ് നടന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ട്യൂപ്പിളിനെ നമുക്ക് ഒരു കാലത്തും മോഡിഫൈ ചെയ്യാനോ ആഡ് ചെയ്യാനോ അതിൻ്റെ അകത്തിരിക്കുന്ന വാല്യൂസിനെ മാറ്റാനോ സാധിക്കത്തില്ല. ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇതിൻ്റെ
കോഡ് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ലിസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഒരേ ഒരു ഡിഫറൻസ് ഇരിക്കുന്നത് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, ഇവിടെ പരാന്തസിസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പരാന്തസിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്യൂപ്പിൾ ആവും. ഇതേപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ലിസ്റ്റ് ആയിട്ടായിരിക്കും മാറുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. നമുക്ക് ഡോട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കോൾ വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൻ്റെ അകത്തേക്ക് നമുക്ക് പുതിയ ഐറ്റത്തിനെ ആഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കുന്ന നമുക്ക് ഇതേപോലെ ഇരിക്കുന്ന ഓരോരോ ഐറ്റത്തിനെയും, ഈ ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഐറ്റത്തിനെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാം അല്ലേ. ഇതിപ്പം എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, അതിൻ്റെ അകത്തേക്ക് പുതിയ ഐറ്റം ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അത് അതിൻ്റെ അകത്ത് ഫസ്റ്റത്തെ ഐറ്റം നമ്മൾ മോഡിഫൈയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രിൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ലിസ്റ്റിൻ്റെ അകത്ത് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. പൈത്തൺ അത് അലോ ചെയ്യായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, പുതിയ ഐറ്റത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ലിസ്റ്റ് അലോഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്നത്. അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതേപോലെയുള്ള ഓപ്പറേഷൻസ് എല്ലാം ചെയ്തിട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലിസ്റ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു സാധനം ഈ പറഞ്ഞിരിക്കുന്ന ട്യൂപ്പിളിൻ്റെ അകത്ത് സമ്മതിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ട്യൂപ്പിൾ എന്ന് കൊടുത്തിട്ടുണ്ട് നെയിം. ശരിക്കും അതൊരു ഗുഡ് നെയിമിംഗ് പ്രാക്ടീസ് അല്ല ബേസിക്കലി ട്യൂപ്പിൾ എന്നൊക്കെ കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഇവിടെ ഒരു ഡിഫറൻസിന് വേണ്ടി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വേരിയബിൾ നെയിം കൊടുത്തത്. ഒറിജിനലി നിങ്ങൾ കോഡ് എഴുതുമ്പം അത് എന്താണോ അത് എക്സാക്ട്ലി ഇരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന ഒരു നെയിം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നേരത്തെ ലിസ്റ്റിൻ്റെ അകത്ത് ചെയ്തതുപോലെ തന്നെ പുതിയൊരു ഐറ്റം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ട്യൂപ്പിളിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു അപ്പൻഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഓപ്പറേഷൻ സപ്പോർട്ടഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂപ്പിൾ ഒരു വട്ടം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മോഡിഫൈ ചെയ്തു അല്ലെ, ഒരു പർട്ടിക്കുലർ ഐറ്റം നമ്മൾ മോഡിഫൈ ചെയ്തു. ഇതേപോലെ ഇൻഡെക്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഐറ്റത്തിനെ മോഡിഫൈ ചെയ്തു, അതും സമ്മതിക്കത്തില്ല. ഈ ഒരു കോഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ട്യൂപ്പിളിൻ്റെ കേസിൽ പൈത്തൺ എറർ അടിക്കും. ഇങ്ങനൊരു കോഡ് നമ്മളിപ്പോൾ എഴുതാമെന്ന് വിചാരിക്കാം. ഓക്കെ, അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. കാരണം അത് ട്യൂപ്പിളിൻ്റെ അകത്ത് സമ്മതിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഇതേപോലെയുള്ള മോഡിഫിക്കേഷൻസ് ട്യൂപ്പിളിൻ്റെ അകത്ത് സമ്മതിക്കാത്തത് കൊണ്ടാണ് ട്യൂപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്നത്. ഇതാണ് ലിസ്റ്റും ട്യൂപ്പിളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ്, ഈ പറഞ്ഞിരിക്കുന്ന ട്യൂപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിളും ആണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന മ്യൂട്ടബിൾ ആണ്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു കാര്യം കൊടുക്കുന്നത് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ യൂസ് കേസ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആയതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബേസിക്കലി പൈത്തണ് അത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതായത് ലിസ്റ്റിനെക്കാളും ഫാസ്റ്ററാണ് ട്യൂപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്കൊരു പർട്ടിക്കുലർ ഡാറ്റ ഉണ്ട്, അതിൻ്റെ അകത്ത് കുറേ ഡാറ്റാസും ഉണ്ട് എന്ന് വിചാരിക്കാം, ഐറ്റംസും ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഡാറ്റ ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മോഡിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ട്യൂപ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂപ്പിൾ കുറേ കൂടി ഫാസ്റ്റാണ് ലിസ്റ്റിനെക്കാളും. അത് ഇമ്മ്യൂട്ടബിൾ ആണ്, അത് ഒരിക്കൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പൈത്തൺ എന്ത് ചെയ്യാം, അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇൻറ്റേർണലി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഡാറ്റ നമുക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരിക്കലും അത് ചേഞ്ച് ചെയ്യുന്നില്ല. ആ ഡാറ്റയ്ക്ക് അകത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആക്സസ് ചെയ്ത് പ്രോസസ്സിങ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള ഡാറ്റ നമ്മൾ ട്യൂപ്പിൾസിൻ്റെ അകത്ത് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ചില സമയത്ത് നമുക്ക് ഡാറ്റ നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഡാറ്റ ഉണ്ടാക്കി അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന ചിലപ്പം പുതിയതായിട്ടിരിക്കുന്ന ഐറ്റം ആഡ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് കാർട്ടിൻ്റെ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇനീഷ്യലി 10 ഐറ്റം ഉണ്ട് എന്ന് വിചാരിക്കാം. അതിൻ്റെ അകത്ത് നമ്മൾ ട്യൂപ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്താൽ പോരാ. കാരണം എന്താണെന്ന് വെച്ചാൽ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ലിസ്റ്റ് നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അല്ലേ. അപ്പം അങ്ങനെയുള്ള സാധനത്തിന് ലിസ്റ്റ് തന്നെ നമുക്ക് വേണം. പക്ഷെ ഒരു തവണ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരിക്കലും അത് മോഡിഫൈ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അത് ട്യൂപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് മെയിൻ ഡിഫറൻസ്. ലിസ്റ്റ് വേണോ ട്യൂപ്പിൾ വേണോ എന്നുള്ളതിൻ്റെ മെയിൻ ഡിഫറൻസ് ഇതാണ്. ഒരിക്കലും ചേഞ്ച് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ട്യൂപ്പിളാണ് ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ലിസ്റ്റിനെക്കാളും കുറച്ചും കൂടെ ഫാസ്റ്ററാണ് എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഒരു ഐറ്റം മാത്രമുള്ള ഒരു
ഒരു ട്യൂപ്പിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു ലോജിക്ക് നമുക്ക് ഇങ്ങനെയൊരു കോഡ് എഴുതിയാൽ മതിയാന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ അത് കറക്റ്റ് അല്ല. ഇങ്ങനെയൊരു കോഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂപ്പിള് ഇത് അവസാനിയിരിക്കുന്നത്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ആയിട്ടാണ് എടുക്കുക. അത് ട്യൂപ്പിൾ ആയിട്ടായിരിക്കില്ല എടുക്കുന്നത്. അപ്പം ഒരേ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്കൊരു ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആ സിറ്റുവേഷൻ എപ്പോൾ വരും എന്നുള്ളത് കുറച്ചും കൂടെ നിങ്ങളുടെ പ്രോഗ്രാം ലോജിക്കിൻ്റെ അല്ലെങ്കിൽ യൂസ് കേസിനനുസരിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷെ അങ്ങനെയൊരു ട്യൂപ്പിൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഐറ്റം ഒരു സിംഗിൾ ഐറ്റമേ ഉള്ളൂ എങ്കിൽ കൂടി ആ ഐറ്റം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോമ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ കോമ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പൈത്തൺ ആ പറഞ്ഞിരിക്കുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ട്യൂപ്പിളായിട്ട് എടുക്കത്തുള്ളൂ. ഈ ഒരു കേസിൽ നമ്മൾ കോമ ഇട്ട് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെയാണ് ഇട്ട് കൊടുത്തത്. ഇങ്ങനെയൊരു കേസിൽ ഫ്രൂട്ട്സിൻ്റെ ഡാറ്റ ടൈപ്പ് എടുത്തിരിക്കുന്നത് str ആയിട്ടാണ്. പക്ഷേ നമ്മൾ ഒരു കോമ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ആയിട്ട് ട്യൂപ്പിൾ എടുത്തോളും. അപ്പം ഈ ഒരു മൊമെൻറ്റിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രിങ് കണ്ടില്ലേ, ഇത് പ്രിൻറ്റ് ചെയ്ത് വന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു കോമ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൈത്തൺ കൃത്യമായിട്ട് അത് ട്യൂപ്പിളായിട്ട് എടുത്തുകൊണ്ട് വരും. അപ്പോൾ സിംഗിൾ ഐറ്റമാണ് ഉള്ളതെങ്കിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്ന് പോകരുത്. അത് നിങ്ങൾക്ക് ട്യൂപ്പിളായിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതും എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോമ ഇട്ട് കൊടുത്തിട്ടായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂപ്പിൾ വേറൊരു രീതിയിലും ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ട്യൂപ്പിൾ ലിറ്ററൽ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇതിനെ ട്യൂപ്പിൾ ലിറ്ററൽ എന്ന് വേണം നമുക്ക് പറയാം. നേരത്തെ നമ്മൾ സ്ട്രിങ് ലിറ്ററൽ, ലിസ്റ്റ് ലിറ്ററൽ എന്നൊക്കെ പറയുന്നത് പോലെ ട്യൂപ്പിൾ ലിറ്ററൽ വെച്ചിട്ട്, അതായത് ഹാർഡ് കോഡ് ചെയ്തിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ടായിരുന്നു നമ്മൾ ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് ഈ ഒരു സെൻറ്റൻസിൽ അല്ലേ. ഇതൊരു വേ ആണ് ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള. ഇനി നമുക്ക് വേറൊരു വേയും കൂടി ഉണ്ട്, അല്ലെങ്കിൽ 2 വേ കൂടി ഉണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന രണ്ടാമത്തെ വേ ആണ് ഈ പറഞ്ഞിരിക്കുന്ന വേറൊരു സീക്വൻസ് ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂപ്പിളിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ നമ്മൾ ഇതിപ്പം ട്യൂപ്പിൾ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ബിൽറ്റിൻ, പൈത്തൺ തന്നെ തന്നിരിക്കുന്ന ബിൽറ്റിൻ ആയിട്ടിരിക്കുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സീക്വൻസ് ഡാറ്റ ടൈപ്പ് കൊടുക്കണം. അതായത് ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ടൈപ്പ് കൊടുക്കണം, ഒരു കളക്ഷൻ തന്നെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇവിടെ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു അല്ലെ. ഈ ലിസ്റ്റാണ് ഇരിക്കുന്നത്. അപ്പം ഈ ലിസ്റ്റിൻ്റെ അകത്ത് നിന്ന് വേണമെങ്കിൽ ആ ലിസ്റ്റിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്യൂപ്പിളിനെ ഉണ്ടാക്കാം. ഇതൊരു ലിസ്റ്റാണ്, നമ്മൾ മുകളിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. ആ ലിസ്റ്റാണ് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ടാക്കാം. ഇവിടെ നമ്മളിപ്പം പ്രിൻറ്റ് ടൈപ്പ് ഓഫ് നമ്മളുടെ ഇപ്പോൾ ഉണ്ടാക്കിയ സാധനം ഈ ക്രിയേറ്റ് ചെയ്തത് ട്യൂപ്പിൾ ആണോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ടൈപ്പ് ഒന്ന് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പ്രോപ്പർ ആയിട്ടിരിക്കുന്ന ട്യൂപ്പിൾ ആണ്. ആ ഐറ്റത്തിൻ്റെ അകത്തേക്ക് ട്യൂപ്പിളായിട്ട് തന്നെ അവൻ ക്രിയേറ്റ് ചെയ്ത്, ഇവിടെ പരാന്തസിസ് ആണല്ലോ അതിലിരിക്കുന്നത്, അതായത് ലിസ്റ്റ് ആയിരുന്നില്ല, പരാന്തസിസ് ആണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൻ്റെ അകത്ത് നിന്ന്, അല്ലെങ്കിൽ ആ ലിസ്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഐറ്റംസിനെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ട്യൂപ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ഡാറ്റ ടൈപ്പിനെ വേണമെന്നുണ്ടെങ്കിലും ട്യൂപ്പിളിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രിംഗ് ലിറ്ററൽ, ഇതൊരു സ്ട്രിംഗ് ലിറ്ററൽ ആണല്ലോ അല്ലേ. അതും എന്താണ്, ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പ് ആണ്. അത് സീക്വൻസ് ഡാറ്റ ടൈപ്പ് ആവുന്നത് എങ്ങനെയാണ്, അതെന്ന് പറയുന്നതും ഒരു കളക്ഷൻ ഓഫ് ഐറ്റം ആണ്. അതിൻ്റെ അകത്തിരിക്കുന്ന കളക്ഷൻ ഓഫ് ഐറ്റം എന്താണ്, ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് പൈത്തൻ്റെ അകത്തിരിക്കുന്ന സ്ട്രിങ് അല്ലേ. അപ്പം നമ്മളൊരു സ്ട്രിംഗ് ലിറ്ററിനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ട്രിംഗ് ലിറ്ററൽ ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പ് ആണ്. അത് ഐറ്ററബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് അതിനെയും നമുക്ക് ട്യൂപ്പിളിനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈത്തൺ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇതിനെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഒരു ട്യൂപ്പിൾ ഉണ്ടാക്കും. അതായത് ഇങ്ങനെ ഒരു സാധനമാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ട്യൂപ്പിളിൻ്റെ അകത്ത് 1 2 3 4 5 6 ക്യാരക്ടേഴ്സ് ആണല്ലോ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. അപ്പം 6 ക്യാരക്ടേഴ്സിലെ ഓരോരോ ക്യാരക്ടറിനെയും ഓരോരോ ഐറ്റം ആക്കി മാറ്റിയിട്ട് പൈത്തൺ ഒരു ട്യൂപ്പിൾ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലേ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ ഐറ്റം. സെക്കൻഡ് ഐറ്റം, ഈ പൈത്തൺ എന്ന് പറയുന്ന സ്ട്രിംഗ് ലിറ്ററിനെ ഇവൻ എന്ത് ചെയ്തു, ഒരു ഫസ്റ്റത്തെ ഐറ്റം കോമ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഐറ്റം കോമ, അങ്ങനെ
ആ പറഞ്ഞിരിക്കുന്ന ഓരോരോ ക്യാരക്ടറിനെയും ഓരോരോ ഐറ്റമായിട്ട് എടുത്തിട്ട് പൈത്തൺ ഒരു ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് വേറൊരു ഇതുള്ളത് നമ്മളിപ്പം ഇങ്ങനെയൊരു കോഡ് എഴുതിയെന്ന് വിചാരിക്കാം. ഓക്കെ. ഇങ്ങനൊരു കോഡ് എഴുതിയെന്ന് വിചാരിക്കാം. ഇങ്ങനെയൊരു കോഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണുമ്പം നമുക്കൊരു ട്യൂപ്പിളായിട്ടാണ് തോന്നുന്നതെങ്കിലും ഇത് പൈത്തൺ അലൗഡ് അല്ല. ട്യൂപ്പിൾ എന്ന് പറയുന്ന കീവേഡിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് ഇങ്ങനൊരു ലിസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഒരൊറ്റൊരു സിംഗിൾ ആർഗ്യുമെൻറ്റേ ഇവിടെ പോസിബിൾ ആവുള്ളൂ. ആ സിംഗിൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവുന്നത് എങ്ങനെയാണ്? ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ലിസ്റ്റാണ് അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലിസ്റ്റ് ലിറ്ററലാണ് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്തിരിക്കുന്നതാണ്. അപ്പം പൈത്തൺ ഈ എൻ്റയർ സാധനത്തിന് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുക്കും. ആ സിംഗിൾ യൂണിറ്റ് ആണ് ഈ ട്യൂപ്പിൾ എന്ന് പറയുന്ന കീവേഡിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പോയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഓക്കെയാണ്. പക്ഷെങ്കിൽ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ ഇങ്ങനെ കൊടുക്കുന്നത് ഓക്കെ അല്ല. ഇതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഐറ്റം ആയതുകൊണ്ടാണ് ട്യൂപ്പിളിൻ്റെ അകത്ത് ഒരു സിംഗിൾ ഐറ്റമേ നമുക്ക് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ആ പോയിന്റ്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നമുക്കിപ്പം നമ്മൾ നേരത്തെ ലെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ലെങ്ത് കണ്ടുപിടിച്ചിരുന്നു. ലിസ്റ്റിൻ്റെ ആണെങ്കിലും സ്ട്രിംഗ് ലിറ്ററിൻ്റെ ആയിരുന്നാലും അതേപോലെ തന്നെ നമുക്ക് ട്യൂപ്പിളിൻ്റെ കേസിലും len എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു ട്യൂപ്പിളിൻ്റെ അകത്ത് എത്ര ഐറ്റം ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ അപ്പോൾ 5 എണ്ണാണുള്ളത് അല്ലേ? 1 2 3 4 5 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന 5 എണ്ണാണ്. അതുകൊണ്ടാണ് 5 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഐറ്റം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെങ്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 കിട്ടും അല്ലേ? എത്ര അപ്പോൾ എത്ര ട്യൂപ്പിളിൻ്റെ അകത്ത് എത്ര ഐറ്റം ഉണ്ടോ അതിനെല്ലാം നമുക്ക് ലെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്, അതായത് ബിൽറ്റിൻ ആയിട്ടിരിക്കുന്ന പൈത്തൺ തന്നെ തന്നിരിക്കുന്ന ബിൽറ്റിൻ ആയിട്ടിരിക്കുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ലെൻ എന്ന് പറയുന്നത് ഏത് സീക്വൻസ് ഡാറ്റ ടൈപ്പിൻ്റെ അകത്തും വർക്ക് ചെയ്യും കേട്ടോ. അതായത് ട്യൂപ്പിളിന് മാത്രമല്ല, നമ്മൾ ലിസ്റ്റ് ആയാലും ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിക്ഷണറി ആയാലും എന്തായാലും അങ്ങനെ ഇരിക്കുന്ന ഏത് സീക്വൻസ് ഡാറ്റ ടൈപ്പിൻ്റെ അകത്തും ഈ ലെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്തോളും. ഓക്കെ, നമ്മൾ നേരത്തെ സ്ലൈസിങ് എന്ന് പറയുന്ന കാര്യം പഠിച്ചിരുന്നു ലിസ്റ്റ് ചെയ്ത സമയത്ത്. അതായത് ഒരു കളക്ഷൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ അകത്തിരിക്കുന്ന സബായിട്ടിരിക്കുന്ന ഒരു കളക്ഷൻ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ അകത്തിരിക്കുന്ന കുറച്ച് എണ്ണം എടുത്തു കൊണ്ടുവരിക എന്ന് പറയുന്ന സാധനം. അപ്പം അതിനെയാണല്ലോ നമ്മൾ സ്ലൈസിങ് പറയുന്നത്. ലിസ്റ്റിൻ്റെ അകത്തും ഇതേപോലെയുള്ള സ്ലൈസിങ് വർക്ക് ചെയ്യായിരുന്നു. അതേ സാധനം തന്നെ നമുക്ക് ട്യൂപ്പിളിലും വർക്ക് ചെയ്യും. ലിസ്റ്റിൽ വർക്ക് ചെയ്ത പോലെ അതേ റൂൾസ് ഒക്കെ തന്നെയാണ് സ്ലൈസിങ് വരുന്ന സമയത്ത് ട്യൂപ്പിളിൻ്റെ അകത്തും വരുന്നത്. ഇവിടെ നമ്മൾ എന്ത് പറയണം? ഇവിടെ നമ്മൾ ഇൻഡെക്സ് ആയിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. ഏത് ഇൻഡെക്സ് തൊട്ട് ഏത് ഇൻഡെക്സ് വരെയുള്ള ഐറ്റത്തിനെ എടുത്തുകൊണ്ട് വരണം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 2 നമ്മൾ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? 0 1 2 ഇത് തൊട്ടിട്ട്. അപ്പം 3 ഇൻക്ലൂഡഡ് ആയിരിക്കും. ഏത് വരെ? 4 വരെ അല്ലേ? അപ്പം ഇത് 2 ആണ്, 3 ആണ്, ഇത് 4 ആണ്, ഇത് വരെ. പക്ഷെ അത് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ 4 ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇതാണ് നമ്മളുടെ ഫോർത്ത് ഇൻഡെക്സിൽ ഇരിക്കുന്ന ഐറ്റം. പക്ഷെ അത് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അത് വരെ എന്നാണ് പറയുന്നത്. 2 മുതൽ 4 വരെ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു സാധനം നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? 2 4 എന്ന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളായിരിക്കും വരുന്നത്. ഇത് നമ്മൾ ലിസ്റ്റ് പഠിച്ച സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. ഇവിടെ നമ്മളിപ്പം 1 കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ് അല്ലേ? അപ്പം ഇത് മുതൽ ഇത് വരെയുള്ള 2 3 4 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനം അവൻ എടുത്തുകൊണ്ട് വരും. അതാണ് നമ്മൾ സ്ലൈസിങ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യേണ്ടത്. ഈ മെയിൻ കളക്ഷൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ ഒരു സബ് കളക്ഷനെ എടുത്തു കൊണ്ടുവരാനുള്ള വഴി ആണ് നമ്മൾ സ്ലൈസിങ് എന്ന് പറയുന്നത്. നമ്മൾ ലിസ്റ്റ് പഠിച്ച സമയത്ത് ഐറ്ററബിൾ നമ്മൾ ഫോർ ലൂപ്പും പഠിച്ചിരുന്നു. ഫോർ ലൂപ്പ് പഠിച്ച സമയത്തും ഇത് നോക്കിയിരുന്നു. നമുക്ക് ഇതേപോലെയുള്ള കളക്ഷൻ ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഐറ്റത്തിനെയൊക്കെ എടുത്ത് പ്രോസസ്സ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അതുകൊണ്ട് നമുക്ക് ഐട്രേറ്റ് ചെയ്യാൻ പറ്റണം. ട്യൂപ്പിൾസും ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പാണ്. അതുകൊണ്ട് അത് ഐറ്ററബിൾ ആണ്. ഐറ്ററബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് ഓരോരോ ഐറ്റത്തിലൂടെയും നമുക്ക് ഇങ്ങനെ 1 by 1 ആയിട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഐറ്ററബിൾ എന്ന് പറയുന്നത്. ട്യൂപ്പിൾ ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് അത് ഐറ്ററബിളുമാണ്. നമുക്കൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഐറ്റം ഇൻ ഐറ്റംസ്. ഈ ഐറ്റംസ് എന്ന് പറയുന്നത് ട്യൂപ്പിൾ ആണ് അല്ലേ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സിൻടാക്സ് എന്താണ്? ഈ ട്യൂപ്പിളിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഐറ്റത്തിനെയും എടുത്തു കൊണ്ടുവന്നിട്ട് ഇത് ലൂപ്പ് ചെയ്യുന്നുകൊണ്ടിരിക്കും. നമ്മൾ ലൂപ്പിങ്ങിലും ലിസ്റ്റിൻ്റെ സമയത്തൊക്കെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാണ്. അതുകൊണ്ട് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സെയിം സാധനം തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ 1 by 1 ആയിട്ട് അവൻ ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റും അല്ലേ? 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു. ഇങ്ങനെ ഐട്രേറ്റ് ചെയ്യാൻ പറ്റും. ട്യൂപ്പിളും ഐറ്ററബിൾ ആണ് എന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ,
ഇനിയിപ്പം നമുക്ക് നമ്മൾ 2 വഴി പഠിച്ചു. ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള 2 വഴികൾ നമ്മൾ പഠിച്ചിരുന്നു. ഫസ്റ്റത്തെ വഴി എന്തായിരുന്നു? ഇതേപോലെ ട്യൂപ്പിൾ ലിറ്ററൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്ന കാര്യം പഠിച്ചിരുന്നു. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ഐറ്റത്തിൻ്റെ അകത്ത് നിന്ന്, വേറൊരു സീക്വൻസ് ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് നിന്ന് ട്യൂപ്പിൾ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം 2 ടൈപ്പ്, ഫസ്റ്റത്തത്, ഇത് രണ്ടാമത്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു വഴിയും കൂടിയുണ്ട്. പക്ഷെ അത് കോമൺ ആയിട്ട് അധികം യൂസ് ചെയ്യാറില്ല. അതിൻ്റെ അകത്ത് പാക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഓക്കെ, പാക്കിംഗ് എന്ന് പറയുന്നു. വൺ മോർ വേ ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇത് ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള മൂന്നാമത്തെ വഴിയാണ്. അതെന്ന് പറയുന്നത് ഇങ്ങനെ ഐറ്റംസ് കൊടുക്കുകയാണ്. ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്, ഇതേപോലെ ഇരിക്കുന്ന. പക്ഷെങ്കിൽ അത് നമ്മൾ ഇവിടെ പരാന്തസിസ് കൊടുക്കുന്നില്ല എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഇവിടെയുള്ളൂ. പക്ഷെ ഇങ്ങനെ പരാന്തസിസ് കൊടുക്കാതിരിക്കുമ്പോൾ അത് പാക്കിംഗ് എന്ന് പറയും. ഇതിനെ പാക്ക് ചെയ്യാണ്. ഈ ഐറ്റംസിനെ എല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് നമ്മളൊരു സിംഗിൾ ഇൻഫർമേഷൻ ആക്കി, ഒരു സിംഗിൾ ട്യൂപ്പിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആയി വരുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ട്യൂപ്പിൾ ആയിരിക്കും. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. ഇല്ല, ട്യൂപ്പിൾ ആയിട്ടായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രിയേറ്റ് ചെയ്ത് ഇത് പാക്കിംഗ് ആണ്. പാക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ട്യൂപ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നമ്മൾക്കിരിക്കുന്ന ഒരു ട്യൂപ്പിളിൻ്റെ അകത്ത് നിന്ന് അൺപാക്ക് ചെയ്യാം. ട്യൂപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു കളക്ഷനാണ്. അപ്പോൾ അൺപാക്കിംഗ് എന്ന് പറയുന്ന ഉദ്ദേശം എന്തായിരിക്കും, അതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനും നമുക്ക് പറ്റും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റാണിത്. ഇതിപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാകുക, ഈ സ്റ്റുഡൻറ്റ് ഇൻഫോയിലകത്തിരിക്കുന്ന ഇത്രയും ഐറ്റംസ് ആണല്ലോ അല്ലേ ഈ സ്റ്റുഡൻറ്റ് ഇൻഫോൻ്റെ അകത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ 3 വേരിയബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ വേരിയബിൾ, രണ്ടാമത്തെ വേരിയബിൾ, ഒരു കോമ സെപ്പറേറ്റഡ് ഉണ്ട്, രണ്ടാമത്തെ വേരിയബിൾ, മൂന്നാമത്തെ വേരിയബിൾ. ഇങ്ങനെ 3 വേരിയബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ട്യൂപ്പിൾ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ കോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ അൺപാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഐറ്റത്തിനെയും ഓരോരോ വേരിയബിളിൻ്റെ അകത്തേക്ക് പൈത്തൺ എടുത്ത് വെക്കും. ഇതിലിപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിനെ അൺപാക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഐറ്റം ഇത് കിട്ടും. അതെന്താണോ ഫസ്റ്റത്തെ വേരിയബിൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ഫസ്റ്റത്തെ ഐറ്റത്തിനെ എടുത്തിടും. അങ്ങനെയാണ് സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് 100 എന്ന് പറയുന്ന സാധനം പോകും. ഇനിയിപ്പം ഇത് അൺപാക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഐറ്റം എന്താണോ അത് രണ്ടാമത് പറഞ്ഞ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ രാഹുൽ എന്നുള്ളതായിരിക്കും സ്റ്റുഡൻറ്റ് നെയിം എന്നുണ്ടാകുക, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്. ഇങ്ങനെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഐറ്റത്തിനെയും എടുത്തിട്ട് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഓരോരോ വേരിയബിളിലോട്ട് എടുത്തു വെക്കും. അതായത് അൺപാക്ക് ചെയ്യാണ്. ഈ പാക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഇൻഫർമേഷനെ നമ്മൾ ഇത് അൺപാക്ക് ചെയ്തിട്ട് ഇതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ഓരോരോ വേരിയബിളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് മിക്കവാറും നമുക്ക് ഇങ്ങനെ ഓരോരോ വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ എടുത്ത് വെക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് ഇൻഫോ ഓഫ് 1 0 2 എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ക്ലീൻ ആയിട്ടിരിക്കുന്ന, കുറച്ചും കൂടി ഈസി ആയിട്ടിരിക്കുന്ന ഒരു സിൻടാക്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന അൺപാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇത് ഓരോന്നെടുത്ത് പ്രിൻറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഓരോരോ വേരിയബിളിൻ്റെ അകത്തും അത് ഓരോരോ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഒന്ന് എൻഷുർ ചെയ്യണേ. നിങ്ങളും കൂടെ കോഡ് എഴുതിയിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സാധനം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അൺപാക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനിയിപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോബ്ലം അല്ല, അതിൻ്റെ ഒരു വേ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അൺപാക്ക് ചെയ്യാണ്, അല്ലേ? അൺപാക്ക് ചെയ്തിട്ട് ഓരോന്നിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പം സ്റ്റുഡൻറ്റ് ഇൻഫോയിൽ എത്ര ഐറ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്, നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ഐറ്റമാണ് ഉള്ളത്, അല്ലേ? അപ്പോൾ ആ 3 ഐറ്റത്തിനെയും എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 വേരിയബിൾസ് ആണ് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എത്ര ഐറ്റം ഉണ്ടോ അത്രയും നമ്പർ ഓഫ് വേരിയബിൾസ് തന്നെ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് പൈത്തൺ എറർ അടിക്കും. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് ഇൻഫോയ്ക്കകത്ത് 3 ഐറ്റം ഉണ്ടായിരുന്നു, നമ്മളിവിടെ 2 വേരിയബിൾസ് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എങ്കിൽ പൈത്തൺ അത് എറർ അടിക്കുന്നത്. ടു മെനി വാല്യൂസ് ടു അൺപാക്ക്. അപ്പോൾ കൂടുതലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ കൂടുതൽ എണ്ണം വേരിയബിൾ നെയിം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് സിമിലർ കൈൻഡ് ഓഫ് എറർ അടിക്കും. ഓക്കെ, അപ്പം ഈ 2 കാര്യങ്ങളെയും കമ്പൈൻ ചെയ്തിട്ട് പൈത്തൺ നമുക്ക് കുറച്ചും കൂടെ, അതായത് പാക്കിംഗ്, അൺപാക്കിംഗ്, ട്യൂപ്പിളിൻ്റെ പാക്കിങ്ങും അൺപാക്കിങ്ങും കമ്പൈൻ ചെയ്ത് കൊണ്ടിട്ട് നമുക്ക് പൈത്തൺ വേറൊരു ഫെസിലിറ്റി കൂടി തന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫെസിലിറ്റി. ഇതിൻ്റെ അകത്ത് ട്യൂപ്പിൾ എന്ന് പറയുന്ന സാധനം ഡയറക്റ്റ് ആയിട്ടൊന്നും എവിടെയും വന്നിട്ടില്ല. പക്ഷേ
അല്ലെങ്കിൽ ഇന്റേണലി അത് ട്യൂപ്പിളായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതിനെല്ലാം കമ്പൈൻ ചെയ്ത് പാക്ക് ചെയ്തിട്ട് പൈത്തൺ ഒരു ട്യൂപ്പിൾ ആക്കും. ആ ട്യൂപ്പിൾ ആക്കിയതിനെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടും ചെയ്ത് കൊടുക്കും. അൺപാക്ക് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇന്റേണലി ട്യൂപ്പിളിൻ്റെ അകത്ത് നിന്നുള്ള പാക്കിങ് അൺപാക്കിങ് എന്നൊക്കെയാണ് നടക്കുന്നത്. പക്ഷെങ്കിൽ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു സിൻടാക്സ് കിട്ടും. നമുക്കൊരു ലൈനിൽ തന്നെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ്. റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റിലേറ്റഡ് ആയിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്ന അതിൻ്റെ റൂളൊന്നുമല്ല, അങ്ങനെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ നോർമലി നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് റിലേറ്റ് ആയിട്ടിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് ഒരു ഗുഡ് കോഡിങ് പ്രാക്ടീസ് അല്ല എന്ന് നമുക്ക് പറയാം. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഫസ്റ്റ് വേരിയബിൾ ഫസ്റ്റ് പറഞ്ഞു കൊടുത്തിരിക്കുന്ന സാധനം ഫസ്റ്റ് വേരിയബിളിലോട്ട് എടുത്തു വെക്കും. രണ്ടാമത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ വേരിയബിൾ അതേപോലെ തന്നെ നമ്മൾ എത്രയാണോ പറഞ്ഞു കൊടുക്കുന്നത് അത്രയും എണ്ണം വേരിയബിൾ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു നമ്പർ ഓഫ് മിസ്മാച്ച് വരാൻ പാടില്ല. ഇത് ട്യൂപ്പിളിൻ്റെ ഒരു പാക്കിംഗ് അൺപാക്കിംഗ് എന്ന് പറയുന്നതിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് പൈത്തൺ തന്നിരിക്കുന്ന കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടിരിക്കുന്ന ഒരു സിൻടാക്സ് ആണ് നമുക്ക് കോഡ് എഴുതാൻ വേണ്ടി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് കോഡ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സിൻടാക്സ് ആണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നും. അതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ സ്റ്റുഡൻറ് ഇൻഫോ ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്കൊരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഇന്ന ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സിൻടാക്സ് യൂസ് ചെയ്യാം. ഇഫ് രാഹുൽ ഇൻ സ്റ്റുഡൻറ് ഇൻഫോ, രാഹുൽ സ്റ്റുഡൻറ് ഇൻഫോയിൽ ഉണ്ടോ എന്ന് നമ്മൾ പൈത്തൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. പൈത്തൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ എന്ന് പറയുന്ന ഐറ്റം സ്റ്റുഡൻറ് ഇൻഫോ എന്ന് പറയുന്ന ട്യൂപ്പിളിൻ്റെ അകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ ട്രൂ, പൈത്തൺ പറയും യെസ് ട്രൂ എന്ന് പറയും. ട്രൂ ആണ് ഇഫിന് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും? ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. രാഹുൽ പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഇവിടെ ഉണ്ട് അല്ലേ, നമ്മളിപ്പം ഓൾറെഡി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻറ് ഇൻഫോ എന്ന് പറഞ്ഞിരിക്കുന്ന ട്യൂപ്പിളാണത്. അതിൻ്റെ അകത്ത് രാഹുൽ എന്ന് പറയുന്ന കാര്യം ഉണ്ട്, രണ്ടാമത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സിൻ്റെ അകത്ത് ഇരിക്കുന്ന സാധനം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ രാഹുൽ പ്രസൻറ്റ് ഇഫ് രാഹുൽ ഉണ്ട് എന്നായിരിക്കും പൈത്തൺ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരേണ്ടത്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയോ ഇത് കമൻറ്റ് ചെയ്ത് വെക്കണേ, അതുകൊണ്ടാണ് അത് എക്സിക്യൂട്ട് ആവാഞ്ഞ്. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹുൽ പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അതേപോലെ തന്നെ എന്താണ്, നമ്മളിപ്പം ഇല്ലാത്തൊരൈറ്റമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെങ്കിൽ സഹൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻറ് ഇൻഫോയിൽ ഇല്ലാത്തൊരു ഐറ്റമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എങ്കിൽ എൽസ് ബ്ലോക്ക് ആയിരിക്കും സ്വാഭാവികമായിട്ടും വരുന്നത്. സഹൽ ഇവിടെ നോട്ട് പ്രസൻറ്റ് എന്നാണ് വേണ്ടത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. സഹൽ നോട്ട് പ്രസൻറ്റ് എന്ന് പറയുന്ന എൽസ് ബ്ലോക്ക് ആയിരിക്കും. കാരണം സഹൽ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ഇൻഫോ എന്ന് പറയുന്ന ട്യൂപ്പിളിൻ്റെ അകത്തില്ല, അതുകൊണ്ട് അവൻ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇത് ഫോൾസ് ആണെങ്കിൽ ഇഫിൻ്റെ ഫോൾസ് വരുന്ന സമയത്ത് അവൻ എൽസ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. എൽസ് ബ്ലോക്കിൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെയുള്ള പ്രിൻറ്റ് ചെയ്യാനുള്ള മെക്കാനിസമാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അവൻ പ്രിൻറ്റ് ചെയ്ത് വന്നു. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ട്യൂപ്പിളിൻ്റെ അകത്ത് നമുക്ക് ബേസിക് ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. മെയിനായിട്ട് നിങ്ങളൊരു കാര്യം നോക്കേണ്ടതെന്ന് പറയുന്നത് ട്യൂപ്പിൾ ലിസ്റ്റ് പോലെ തന്നെ ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പ് ആണ്. പക്ഷെങ്കിൽ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ്, ട്യൂപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പം ആ ഒരു ഡിഫറൻസ് കാരണം, മ്യൂട്ടബിൾ ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് കാരണം ലിസ്റ്റ് യൂസ് ചെയ്യുന്ന യൂസ് കേസും ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് ലിസ്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും ഏതൊക്കെ സിറ്റുവേഷനിലാണ് ട്യൂപ്പിൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതാണ് ലിസ്റ്റും ട്യൂപ്പിളും തമ്മിലിരിക്കുന്ന അല്ലെങ്കിൽ എവിടേക്ക് യൂസ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഡിസിഷൻ വരുന്നത് ഈ ഒരു ഇതിൻ്റെ പുറത്താണ്, ഇമ്മ്യൂട്ടബിലിറ്റിയുടെ പുറത്താണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടേതായിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്, ഈ കോഡ് മാത്രം ചെയ്ത് നോക്കരുത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കോഡ് മാത്രം ചെയ്തുകൊണ്ട് ഒരിക്കലും പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങളായിട്ട് തന്നെ പല രീതികളിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.